ഹലോ ഗൈസ്, അനിമെന്റോർ സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ വൺ പീസിന്റെ ചാപ്റ്റർ ആയിട്ടുള്ള 1154 മലയാളം എക്സ്പ്ലനേഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ മാക്സിമം ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനും മറക്കണ്ട. സോ ഗൈസ്, ഇനി ഒട്ടും സമയം കളയാതെ നേരെ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. 63 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ബിഗ് മോമിന്റെ ഇൻസിഡന്റിനെ പറ്റിയാണ് ഇപ്പോൾ പറയുന്നത്. എൽഡറായിട്ടുള്ള മൗണ്ടൻ ബിയേഡ് ജാറുളിന്റെ ഫ്രണ്ട്, വാട്ടർഫാൾ ബിയേഡ് ജോറുള് ഷാർലറ്റ് ലിൻലിൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ കൈകൊണ്ട് മരണപ്പെട്ടു. ജയന്റ് വില്ലേജ് പകുതിയും അവൾ തകർത്തു. അവളാണ് പിന്നീട് യോങ്കോ ആയി അറിയപ്പെട്ട ഗ്രേറ്റ് പൈറേറ്റ് ബിഗ് മോം. അതേ വർഷം തന്നെ എൽബാഫിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായി. എല്ലാം ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. തീപിടുത്തം, കൊടുങ്കാറ്റ്, ഭയങ്കരമായിട്ടുള്ള മഞ്ഞുവീഴ്ച. അപ്പോൾ ഇതെല്ലാം കാരണം ഇവിടുത്തെ വിളകൾ നശിച്ചു. കാലാവസ്ഥ ഇങ്ങനെ ആയത് കാരണം ആർക്കും മീൻ പിടിക്കാൻ പോകാൻ പറ്റിയില്ല. അങ്ങനെ എൽബാഫ് ഒരു മോശം അവസ്ഥയിലാവുകയാണ്. അവിടെ വലിയൊരു ക്ഷാമം ഉണ്ടാവുകയാണ്. ഇപ്പോൾ ഈ സമയത്ത് കൊട്ടാരത്തിൽ കിടപ്പിലായിരുന്ന എസ്ട്രഡ പറയുന്നുണ്ട് എല്ലാം ആ കൊച്ചിന്റെ കുഴപ്പമാണെന്ന്. ജനിച്ചപ്പോൾ തന്നെ അതിനെ അങ്ങ് കൊന്നു കളയാത്തത് കൊണ്ട് ഈ രാജ്യത്തിന്റെ മണ്ടയ്ക്ക് ഒരു ശാപം വന്ന് വീണ് കിടക്കുകയാണ്. അപ്പോൾ അവിടെ നിൽക്കുന്ന ഗാർഡ് ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ വെറും കോയിൻസിഡൻസ് ആയിക്കൂടെ എന്ന്. ഇപ്പൊ എന്തോ ശബ്ദം കേട്ടിട്ട് എസ്റ്റഡ് നോക്കുമ്പോൾ കാണുന്നത് കുഞ്ഞു ലോക്കി അവന്റെ അമ്മയെ കാണാൻ വേണ്ടിയിട്ട് ആ കഥവും തെള്ളിപ്പൊളിച്ചുകൊണ്ട് ഇങ്ങനെ വരികയാണ്. ഇപ്പൊ ഇത് കണ്ട പാടെ എസ്റ്റഡ് അയ്യോ ദേ അതെന്നെ തുറച്ചു നോക്കുന്നു എന്നും പറഞ്ഞ് അലറുന്നുണ്ട്. അയ്യോ അതിനെ ഇവിടുന്ന് എടുത്തോണ്ട് പോ, ആ മോൺസ്റ്ററിനെ എന്റെ അടുത്തേക്ക് വരാനായിട്ട് അനുവദിക്കരുത് എന്ന് അവൾ വിളിച്ചു പറയുന്നു. ലോക്കിസമ്മ, നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെ മുറിയുടെ അടുത്തേക്ക് വരാൻ പാടില്ല എന്നും പറഞ്ഞിപ്പോ ആ ജയൻസ് ലോക്കിയെ പിടിച്ചോണ്ട് പോകുന്നുണ്ട്. നോക്കിക്കേ ഗൈസ്, ഈ ഒരു പ്രായത്തിൽ ഇവരുടെ അത്രയും സൈസ് ഉണ്ട് ലോക്കിക്ക്. ഇപ്പോ എസ്ട്രഡേ ആണെങ്കിൽ വിളിച്ചു പറയുന്നുണ്ട് ആ മോൺസ്റ്ററിന്റെ കണ്ണ് കുത്തി പൊട്ടിക്ക്. അവന്റെ ദൃഷ്ടി പതിഞ്ഞാൽ ഇവിടെ എല്ലാം അവന്റെ മേലുള്ള ശാപം പരക്കും. ഈ രാജ്യം തന്നെ നശിച്ച് നാമാവിശേഷമാകും. സത്യത്തിൽ ഇവളാണ് ഗൈസ് മോൺസ്റ്റർ. ഇത്രയ്ക്ക് വൃത്തികെട്ട ഒരു അമ്മ ക്യാരക്ടർ വൺ പീസിൽ ഇതുവരെ വന്നിട്ടുണ്ടായിരിക്കില്ല. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എൽബാഫിൽ ആരും നേരാവണ്ണം ഭക്ഷണം പോലും കിട്ടാതെ ഇങ്ങനെ വിഷമിക്കുകയാണ്. പിന്നെ ഈ ജയൻസ് പരസ്പരം ഓരോ വില്ലേജസ് ഇങ്ങനെ റെയ്ഡ് ചെയ്യുന്നുണ്ട്. എൽബാഫിനുള്ളിൽ തന്നെ ഓരോ പ്രശ്നങ്ങളാണ്. ഇപ്പോൾ രണ്ട് ജയൻസ് ഇങ്ങനെ സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാം. ഒരു ജയന്റ് ആണെങ്കിൽ പറയുന്നുണ്ട് നമുക്ക് ഈ വില്ലേജസിൽ നിന്ന് തന്നെ ലൂട്ട് ചെയ്ത് സാധനങ്ങൾ എടുക്കാം. ഇപ്പോൾ മറ്റവൻ പറയുന്നുണ്ട് എൽബാഫ് വാരിയേഴ്സിന് ഒരു അന്തസ്സൊക്കെ ഉള്ളതല്ലേ, നമ്മൾ ഇങ്ങനത്തെ പ്രവൃത്തി ചെയ്യാമോ എന്ന്. ഇപ്പൊ അവനിത് കേട്ടിട്ട് പറയുന്നുണ്ട് അതൊക്കെ ചുമ്മാ പറയുന്നതല്ലേ ഉള്ളൂ. എൽബാഫിന്റെ ഹിസ്റ്ററി നോക്കി കഴിഞ്ഞാൽ തന്നെ നമ്മൾ മനുഷ്യരുടെ വില്ലേജസ് ഒക്കെ കുറെ ഇതുപോലെ റെയ്ഡ് ചെയ്തിട്ടുള്ളതല്ലേ എന്ന്. അപ്പോൾ ഈ ഹണ്ടേഴ്സ് വില്ലേജിലുള്ളവന്മാരാണ് ഈ റെയ്ഡ് ചെയ്യാനായിട്ട് വരുന്നത്. അപ്പൊ ഇതറിയുമ്പോഴത്തേക്ക് ബാക്കി വില്ലേജിലുള്ളവരൊക്കെ ആയുധങ്ങൾ എടുത്ത് റെഡി ആവാനായിട്ട് പറയുന്നുണ്ട്. അവന്മാരെ ഇവിടുന്നൊന്നും മോഷ്ടിച്ചുകൊണ്ട് പോകാനായിട്ട് അനുവദിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഇവര് യുദ്ധത്തിന് റെഡി ആവുകയാണ്. അപ്പോൾ ഈ ഒറ്റക്കെട്ടായിട്ട് നിന്നിരുന്ന എൽബാഫ് എന്ന് പറഞ്ഞ രാജ്യത്തിനുള്ളിൽ തന്നെ ഇങ്ങനെ പലവിധ പ്രശ്നങ്ങളുണ്ടായി. അവർ പരസ്പരം യുദ്ധം ചെയ്യാൻ തുടങ്ങി. ഒരു സിവിൽ വാർ തന്നെ അവിടെ നടക്കുകയാണ്. ഭക്ഷണത്തിനും മറ്റു സാധനങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട് സ്വന്തം രാജ്യത്തെ വില്ലേജസ് തന്നെ ആൾക്കാർ റെയ്ഡ് ചെയ്യുന്നു. ഒരുപാട് പേരുടെ ജീവൻ നഷ്ടപ്പെടുന്നു. ഈ പ്രശ്നം അങ്ങ് വഷളാവുകയാണ്. എൽബാഫിൽ അങ്ങനെ മൊത്തത്തിൽ ഒരു ഭീകരാന്തരീക്ഷം തന്നെ ഉണ്ടാവുകയാണ്. ആൾക്കാരുടെ എല്ലാ സ്പിരിറ്റ് പതുക്കെ പതുക്കെ വീക്കായി വരികയാണ്. ഇപ്പൊ ഇതിനിടയിലും ലോക്കിയുമായിട്ട് സംബന്ധിച്ച ആ റൂമേഴ്സ് ഒക്കെ നല്ല രീതിക്ക് സ്പ്രെഡ് ആവുന്നുണ്ട്. ഒരു ജയന്റ് ഇങ്ങനെ ഇരുന്ന് പറയുന്നത് കേൾക്കാം, അതായത് ആ ഓറസ്റ്റ് കൊട്ടാരത്തിൽ ജനിച്ച രാജകുമാരൻ കേഴ്സ്ഡ് ആണ്, അവന്റെ മേലുള്ള ശാപം കൊണ്ടാണ് ഇവിടെ ഇതൊക്കെ സംഭവിക്കുന്നതെന്ന്. ഇപ്പോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ജയന്റ് നിന്നീ സംസാരിക്കുന്നത് ആ കിഴക്കുള്ള ഫിഷിംഗ് വില്ലേജിൽ താമസിക്കുന്ന ഹാജറുദ്ദീന്റെ ഐഡയുടെ അടുത്താണ്. ഹാജറുദ്ദീനെ, നിന്റെ അനിയൻ ഒരു ശപിക്കപ്പെട്ടവനാണ്. അവൻ അവന്റെ മേലുള്ള ശാപം കൊണ്ട് ഈ രാജ്യം തന്നെ ഇല്ലാതാക്കും. നീ അവന്റെ ചേട്ടനല്ലേ, നിന്നെ ബലി കൊടുത്താൽ ഇതിനെല്ലാം പരിഹാരമാവും. എന്താ നിങ്ങൾ ഇത് എന്ത് വിഡ്ഢിത്തരോ ഈ പറയുന്നേ? എന്റെ മകൻ അവൻ ഈ വേൾഡിലെ തന്നെ ഏറ്റവും ക്യൂട്ടായിട്ടുള്ള ഒരു കുഞ്ഞാ. അവൻ ഇനിയും ഒരുപാട് കാലം ജീവിക്കേണ്ടവനാണ്. ഇപ്പൊ ഈ ജയന്റ് ആണെങ്കിൽ ഐഡയുടെ കഴുത്തിന് പിടിച്ചിട്ട് അവളെ അറ്റാക്ക് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. നീ എൽബാഫിലുള്ളവള് പോലും അല്ല, നീ ഹരാൾഡിനെ വശീകരിച്ചൊപ്പം കൂടിയതാണെന്നൊക്കെ ഇപ്പൊ അയാൾ പറയുന്നുണ്ട്. ഇപ്പൊ ഐഡയാണെങ്കിൽ ഇവനോട് പറയുന്നുണ്ട്, പോടാ നാറി, ഞാൻ ഈ എൽബാഫിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന്. എന്റെ അമ്മയുടെ മേലെ കൈവെക്കാൻ നിനക്ക് ധൈര്യം ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഇപ്പൊ ഹാജറുദ്ദീൻ ഇയാൾക്ക് നേരെ വരുന്നുണ്ട്. ഇപ്പൊ ഈ ജയന്റിനെ നമ്മുടെ ഹരാൾഡ് ഇടിച്ച് റെഡിയാക്കുന്നുണ്ട്. ഇപ്പൊ ഹാജറുദ്ദീനും ഐഡയൊക്കെ കരഞ്ഞോണ്ട് ഹരാൾഡിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ഇപ്പോ ഹരാൾഡ് ആണെങ്കിൽ എൽബാഫിലെ ജനങ്ങളോട് പറയുന്നുണ്ട്, ബ്രദേഴ്സ്, ഇങ്ങനെ പരസ്പരം ഉപദ്രവിക്കുന്നതൊന്നും നിർത്തൂ. ലോക്കി ജനിച്ചു എന്നുള്ള വാർത്തയുടെ കൂടെ തന്നെ ഈ എൽബാഫിലെ ക്ഷാമത്തെ പറ്റി ഞാൻ അറിഞ്ഞിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് അടുത്ത ബന്ധമുള്ള കുറച്ച് രാജ്യങ്ങളുമായിട്ട് ഞാൻ ഈ കാര്യം സംസാരിച്ചു. ഇവിടുത്തെ ഈ സിറ്റുവേഷനെ പറ്റിയൊക്കെ കേട്ടപ്പോൾ തന്നെ അവർ ഒരക്ഷരം പോലും മിണ്ടാതെ അപ്പോൾ തന്നെ നമുക്ക് വേണ്ട ഫുഡ് ഐറ്റംസും മറ്റു കാര്യങ്ങളും ഒക്കെ ഷിപ്പുകളിൽ ലോഡാക്കി കയറ്റി ഇങ്ങോട്ടേക്ക് അയച്ചിട്ടുണ്ട്. മനുഷ്യര് ചിലപ്പോൾ കാഴ്ചയിൽ നമ്മളുടെ അത്ര വലിയവരായിരിക്കില്ല, പക്ഷെ ഒരുപാട് രാജ്യങ്ങൾ ഒന്നിച്ചു ചേർന്ന് നമ്മുടെ എൽബാഫിന് ആവശ്യത്തിന് വേണ്ട ഫുഡ് ഐറ്റംസ് ഇന്ന് ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അവര് തന്ന ഈ വലിയ സഹായം നമുക്ക് നന്ദിയോടുകൂടി തന്നെ സ്വീകരിക്കാം. ഈ തന്നിരിക്കുന്ന ഭക്ഷണമൊക്കെ നമുക്ക് നന്ദിയോടുകൂടി തന്നെ കഴിക്കാം. ഇപ്പോ സാധാ മനുഷ്യരുടെ കുറെ കപ്പലുകൾ എൽബാഫിലേക്ക് വരുന്നത് നമുക്ക് കാണാം. അവർ ഈ എൽബാഫിന്റെ വലിപ്പമൊക്കെ കണ്ടിട്ട് ഞെട്ടുന്നുണ്ട്. ഹരാൾഡ്, എങ്ങനെയാണ് ഞങ്ങൾ ഈ എൽബാഫിലെ
എൽബാഫിലേക്ക് പ്രവേശിക്കേണ്ടതെന്നൊക്കെ അവരിങ്ങനെ വിളിച്ച് ചോദിക്കുന്നത് നമുക്ക് കേൾക്കാം. ഇപ്പോൾ എൽബാഫിലേക്ക് ഈ ഫുഡൊക്കെ എത്തിച്ച് ആൾക്കാരെല്ലാം നല്ല സന്തോഷത്തോടു കൂടി അവിടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുകയാണ്. ഇപ്പോൾ ഹരാൾഡ് ഇവരുടെ അടുത്ത് പറയുന്നത് നമുക്ക് കേൾക്കാം. ഇനിയിപ്പോൾ ഈ മനുഷ്യരുടെ രാജ്യങ്ങൾക്ക് എന്തെങ്കിലും ക്ഷാമമോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് നമ്മുടെ മുഴുവൻ ശക്തിയും എടുത്ത് അവരെ തിരിച്ച് സഹായിക്കാം. ഈ കടമെല്ലാം നമുക്ക് വീട്ടാം. ഈ ചെറിയ ലോകം നമുക്ക് എല്ലാവർക്കും ഒരേപോലെ അവകാശപ്പെട്ടതാണ്. ഇവിടെ നമുക്ക് ഒത്തൊരുമിച്ച് സഹകരണത്തോടു കൂടി ജീവിക്കാമെന്ന്. ഇപ്പോൾ ഹരാൾഡ് എൽബാഫിലേക്ക് തിരിച്ചെത്തിയപ്പോഴേക്കും ക്യൂൻ എസ്ട്രയുടെ പടമായിട്ട് ഭിത്തിയെ കയറി. അപ്പോൾ ഈ ചാകുന്നതിന് തൊട്ടു മുമ്പ് വരെയും ഈ എൽബാഫിൽ നടക്കുന്ന നാശങ്ങൾക്കെല്ലാം കാരണം ലോക്കിയുടെ ശാപമാണെന്ന് പറഞ്ഞു വരുത്തുന്നതായിരുന്നു ഇവളുടെ ജോലി. സ്വന്തം മകനെ അങ്ങേയറ്റം വെറുത്ത് വേദന തിന്നാണ് ഇവൾ മരിച്ചത്. ഇപ്പൊ ഈ പറഞ്ഞു വരുത്തിയ റൂമേഴ്സ് ഒക്കെ കാരണം എന്താ ക്യൂൻ എസ്ട്രയുടെ മരിച്ചതും ലോക്കിയുടെ ശാപമാണെന്നുള്ള ആ ഒരു അക്കൗണ്ടിലേക്ക് അങ്ങ് വീണു. ഇപ്പോൾ ഹരാൾഡിന് ലോക്കിയോട് സ്നേഹമാണല്ലോ, പുള്ളി ലോക്കിയെ മോനെ എന്നൊക്കെ ഇങ്ങനെ വിളിച്ചോണ്ട് എടുത്ത് കൊഞ്ചിക്കുന്നുണ്ട്. ജന്മന ലോക്കിയുടെ കണ്ണിന് കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ കണ്ണ് മൂടി കെട്ടി വെച്ചിരിക്കുന്നത് എന്നൊരു കള്ളമാണ് ഇവിടുത്തെ ഗാർഡ്സ് ഹരാൾഡിനോട് പറയുന്നത്. ഇവൻ എന്നെ നോക്കി ഒന്ന് ചിരിക്കുന്നു പോലും ഇല്ലല്ലോ. ഇവനെയും കുറ്റം പറയാൻ പറ്റില്ല, അമ്മ മരിച്ചതിന്റെ സങ്കടമായിരിക്കും ഇവന്. ജനിച്ചു കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ലോക്കിക്ക് മനസ്സിലായി അവൻ എവിടുന്ന് സ്നേഹം കിട്ടാൻ പോകുന്നില്ല എന്ന്. അവൻ ആ ലവ് എന്നുള്ള കാര്യം തന്നെ ഗിവ് അപ്പ് ചെയ്തു. ഇപ്പൊ ഈ ലോക്കിയുടെ ദേഹത്തെ പരിക്കുകളൊക്കെ എങ്ങനെ സംഭവിച്ചതാണെന്ന് ചോദിക്കുമ്പോൾ അതിനും ഗാർഡ്സ് എന്തൊക്കെയോ കള്ളങ്ങൾ ഹരാൾഡിനോട് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഹരാൾഡിന്റെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഇടപെടലുകളും കാര്യങ്ങളും ഒക്കെ കൊണ്ട് തന്നെ എൽബാഫ് അതിന്റെ ഈ പ്രതിസന്ധി ഘട്ടങ്ങളെല്ലാം മറികടന്ന് പഴയപടിയായി. ഇപ്പൊ ആ എൽബാഫിലെ ഓരോ വില്ലേജിനെയും കണക്ട് ചെയ്യുന്ന മരക്കൊമ്പിൽ കൂടിയുള്ള ആ റൂട്ടൊക്കെ ഉണ്ടല്ലോ, ആ റൂട്ട് ഉണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ ഹരാൾഡ് അവിടെ ബാക്കി ജയൻസിനോട് നടത്തുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഈ എൽബാഫിലെ ആൾക്കാർ തമ്മിലുള്ള ഈ ബോണ്ട് ഒന്ന് വർദ്ധിപ്പിക്കാനും ഓരോ വില്ലേജസ് തമ്മിലുള്ള കച്ചവടമൊക്കെ ഒന്ന് ഈസിയാക്കാനും വേണ്ടിയിട്ടാണ് ഈ റൂട്ടുകളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എൽബാഫിൽ കുറെ മാറ്റങ്ങൾ വരുത്തുന്നതും പിന്നെ പല പല രാജ്യങ്ങൾ സന്ദർശിക്കുന്നതും ഒക്കെ ആയിട്ട് ഹരാൾഡ് മൊത്തത്തിൽ തിരക്കിലായിരുന്നു ഈ സമയങ്ങളിലൊക്കെ. അപ്പോൾ ഈ ഹരാൾഡിന്റെ അഭാവത്തിൽ കൊട്ടാരത്തിലെ മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കാനും പിന്നെ ലോക്കിയെ നോക്കാനും ഒക്കെ ആയിട്ട് അപ്പോയിന്റ് ചെയ്തിരുന്നത് മരിച്ചുപോയ എസ്ട്രിഡയുടെ സഹോദരനെയായിരുന്നു. അവനും ഈ എസ്ട്രിഡയുടെ കൂട്ട് തന്നെ ലോക്കിയെ ഒരു മോൺസ്റ്റർ ആയിട്ടായിരുന്നു കണ്ടിരുന്നത്. ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഐഡ അണ്ടർവേൾഡിൽ ഒരു ബാർ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ ഹാജുറുദ്ദീൻ പറയുന്നുണ്ട് ഇത് അണ്ടർവേൾഡ് ആണ്, ഇവിടെ ഭയങ്കര ഡേഞ്ചറസ് ആണെന്നൊക്കെ. നമ്മളിപ്പോൾ ഉള്ളത് അണ്ടർവേൾഡിലാണെങ്കിലും ഈ സ്ഥലം കടലുമായിട്ട് വളരെ അടുത്ത് കിടക്കുന്നത് കൊണ്ട് കാട്ടിൽ നിന്നും സെപ്പറേറ്റഡ് ആയിട്ടാണ് ഈ ഏരിയ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ മൃഗങ്ങളൊന്നും ഇങ്ങോട്ടേക്ക് വരില്ല എന്ന് ഐഡ ഹാജുറുദ്ദീനോട് പറയുന്നുണ്ട്. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്നത് നിന്നെ കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ടെന്ന് ഇപ്പൊ ഐഡ പറയുന്നു. ഇപ്പോൾ ഹാജറുദ്ദീൻ ആണെങ്കിൽ പടിഞ്ഞാറൻ വില്ലേജിലുള്ള ആൾക്കാരുടെ കൂടെ വാരിയർ ട്രെയിനിങ് ഉണ്ട്. അപ്പോൾ നീ ട്രെയിനിങ്ങിന് പൊക്കോ, ഞാൻ ഇടയ്ക്ക് നിന്നെ അങ്ങോട്ടേക്ക് വന്ന് കണ്ടോളാമെന്ന് ഐഡ ഹാജറുദ്ദീനോട് പറയുന്നുണ്ട്. ഇപ്പോൾ ഈ ഐഡയുടെ ബാറിൽ ആർക്കും വേർതിരിവും കാര്യങ്ങളും ഒന്നും ഇല്ല എന്ന് അവൾ പറയുന്നുണ്ട്. അതായത് ഫിഷർമെന്, വേറെ വില്ലേജിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആൾക്കാര്, പൈറേറ്റ്സ്, ഇങ്ങനെ ആർക്കും ഈ ബാറിലേക്ക് വരാം. ഇപ്പോൾ ഐഡ ഇങ്ങനെ ഒരു പരിപാടി തുടങ്ങിയത് ഹരാൾഡിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൂടിയാണ്. കാര്യം വേർതിരിവൊന്നും ഇല്ലാത്തൊരു എൽബാഫ് ആണല്ലോ ഹരാൾഡിന്റെ സ്വപ്നം. 56 വർഷങ്ങൾക്ക് മുമ്പ് ജാറുളിന്റെ വീട്ടിൽ ഇരുന്ന് ജാറുളും ഹരാൾഡും കൂടെ സംസാരിക്കുകയാണ്. റിവറിയിൽ ആ ഇൻസിഡന്റ് നടന്ന സമയത്ത് നീയും അവിടെ ഉണ്ടായിരുന്നു അല്ലേ എന്നിപ്പോ ജാറുൾ ഹരാൾഡിനോട് ചോദിക്കുന്നുണ്ട്. അതെ, ഞാനവിടെ പോയിരുന്നു. എനിക്ക് അടുത്ത് പരിചയമുള്ള ഒരു രാജാവിന്റെ കൈയും കാലും പിടിച്ചിട്ട് ഒരു സോൾജിയർ ആയിട്ട് വേഷം മാറിയിട്ടാണ് ഞാൻ അതിന്റെ ഉള്ളിൽ കയറി കൂടിയത്. പക്ഷേ റിവറിയിൽ ചെന്ന് സംസാരിക്കാനായിട്ട് ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും പറയാൻ ഹരാൾഡിന് കഴിഞ്ഞില്ല. കാര്യം അതിനു മുമ്പേ അവിടെ ഒരു ഇൻസിഡന്റ് നടന്നു, അതായത് ഒരു മർഡർ. അങ്ങനെ ഒരു ബഹളം നടന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ എന്റെ ഐഡന്റിറ്റി റിവീലായി എന്നെ വേൾഡ് ഗവൺമെന്റ് പിടിച്ചേനെ എന്നിപ്പോ ഹരാൾഡ് പറയുന്നുണ്ട്. ഇപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് ജാർലു പറയുന്നുണ്ട് ഈ റിവറിയിൽ നുഴഞ്ഞു കയറിയ കാര്യത്തിന് അവന്മാർ നിന്നെ പിടിക്കുക മാത്രമായിരിക്കില്ല, അതിലും ഭീകരമായിട്ടുള്ള കാര്യങ്ങൾ നടന്നേനെ. എന്തോ ഒരു ഭാഗ്യം കൊണ്ടാ നീ ഇത്തവണ രക്ഷപ്പെട്ടെ. നിനക്ക് എടുത്തുചാട്ടം വളരെ കൂടുതലാ, അത് നിനക്കറിയോ? നീ ഗലേലായെ പറ്റി കേട്ടിട്ടുണ്ടോ? ജയന്റ് ഷിപ്പ് റൈറ്റ്സിന്റെ ഒരു ക്രൂ അല്ലേ അത്, ചുറ്റിക കയ്യിലേന്തിയ വാരിയേഴ്സ്. ശരിക്കും അത് ഈ എൽബാഫിലുള്ള ഒരു ഇതിഹാസ കഥയിലെ ആൾക്കാരല്ലേ? അല്ല, കഥയല്ല, അത് പണ്ട് ഇവിടെ ശരിക്കും ജീവിച്ചിരുന്ന ആൾക്കാരാണ്. അവർ ഇവിടെ നിന്നും ഒരുപാട് ദൂര സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്തിരുന്നു. അങ്ങനെ ഒടുവിൽ അവരെത്തിപ്പെട്ട ആ സ്ഥലത്ത് നിന്ന് അവർ ഈ എൽബാഫിലേക്ക് ഒരു കത്തയച്ചു. ആ കത്ത് ഇപ്പോഴും ഇവിടെ ഉണ്ട്. ഞങ്ങളെല്ലാവരെയും ഇവിടെ തടവിൽ വെച്ചിരിക്കുകയാണ് എന്നായിരുന്നു ആ കത്തിലുണ്ടായിരുന്നത്. നിനക്കിത് കേട്ടിട്ട് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? 100ഓളം വരുന്ന ഏൻഷ്യന്റ് ജയന്റ് വാരിയേഴ്സ് അവരെ എല്ലാവരെയും പിടിച്ചെന്ന്. ആരായിരിക്കും അവരെ തടവിലാക്കിയിട്ടുണ്ടാവുക? ഇതിന്റെ എല്ലാം പിന്നിൽ വേൾഡ് ഗവൺമെന്റ് ആയിരിക്കുമെന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? അതറിയില്ല. പക്ഷെ വളരെ പണ്ട് വേൾഡ് ഗവൺമെന്റ് ശക്തനായ ഒരു ശത്രുവിനോട് ഏറ്റുമുട്ടിയിരുന്നു എന്നുള്ളത് സത്യമാണ്.
പക്ഷേ ചരിത്രത്തിലെ ആ ഒരു ഭാഗം കടലിനടിയിലേക്ക് മുങ്ങിത്താണുപോയി. ചുരുക്കി പറഞ്ഞ നല്ല ഉദ്ദേശത്തോടു കൂടി നീ പറയുന്ന കാര്യങ്ങളൊന്നും വേൾഡ് ഗവൺമെന്റ് മുഖവിലേക്ക് എടുക്കാത്തത് നിന്റെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും കുഴപ്പം കാരണമൊന്നുമല്ല. ഇതിന്റെയൊക്കെ പിന്നിൽ വേറെന്തോ വലിയ കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഇങ്ങനെ പാസ്റ്റിലൊരു വലിയ എനിമി ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള ഈ ജാർലു പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി ഹെറാൾഡ് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ജയൻസിന്റെ ഒരു വലിയ ആർമിയെ തന്നെ എവിടെയോ ഫ്രീസ് ആക്കി വെച്ചിട്ടുണ്ടെന്നുള്ള ഒരു റൂമർ ഞാൻ കേട്ടിട്ടുണ്ടെന്ന് ജാർലു ഇപ്പോൾ പറയുന്നുണ്ട്. ഓക്കെ ഗൈസ്, ഇപ്പം നമ്മൾ പങ്ക് ഹസാർഡിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ചോപ്പറും നാമിയും കൂടെ ഓടിച്ചെന്നൊരു വോൾട്ട് തുറക്കുന്ന സമയത്ത് അതിനുള്ളിൽ ഇങ്ങനെ ഫ്രീസ് ആയിട്ട് കുറെ ജയൻസ് ഉണ്ടായിരുന്നു. സോ അത് ഈ ജാർലു പറഞ്ഞ സ്റ്റോറിയിലെ ഗലേല എന്ന് പറഞ്ഞ ക്രൂവിലുള്ള ജയന്റ് ഷിപ്പ് റൈറ്റ്സ് ആണ്. ഇപ്പോൾ ലാസ്റ്റിൽ ജാർലു പറയുന്നുണ്ട്, ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം കൂട്ടി വായിക്കുമ്പോൾ നമ്മൾ ജയൻസിനെ ഈ ലോകത്തിന്റെ തന്നെ ശത്രുക്കളായിട്ട് ഒരു വലിയ വിഭാഗം ആൾക്കാർ കാണുന്നുണ്ടെന്നാണ് തോന്നുന്നത്. അത് സത്യമാണ്. പക്ഷേ എന്ത് പ്രതിസന്ധിയും തരണം ചെയ്യാനായിട്ട് ഉറപ്പിച്ചാണ് ഞാൻ നിൽക്കുന്നത്. ഇപ്പോൾ ഓറസ്റ്റ് കൊട്ടാരത്തിലാണെങ്കിൽ ലോക്കിയെ നോക്കാനായിട്ട് നിൽക്കുന്ന അവൻ്റെ അമ്മാവൻ പറയുന്നുണ്ട്, പ്രിൻസ് ലോക്കി, എൻ്റെ അനിയത്തി മരിച്ചത് നിന്റെ ശാപം കൊണ്ടാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഈ ലോക്കിയെ ഇങ്ങനെ ഈ കൊട്ടാരത്തിലിട്ട് സ്ഥിരം അബ്യൂസ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഇയാളുടെ പരിപാടി. കുറച്ചു കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോൾ ആ ഭാഗ്യത്തിൻ്റെ ആ കുതിര, അതായത് എസ്ട്രഡ ഹെറാൾഡിന് കൊടുത്ത അസുര എന്ന് പറഞ്ഞ ആ കുതിര ഉണ്ടല്ലോ, അത് ചത്തു. പിന്നെയും കുറച്ച് നാളുകളൂടെ കഴിഞ്ഞപ്പോൾ ഈ ലോക്കിയെ നോക്കാനായിട്ട് നിന്ന അവൻ്റെ അമ്മാവൻ്റെ ബോഡി റിലം ഓഫ് ഡെഡിൽ നിന്ന് കിട്ടി. ഇപ്പം ഈ മുമ്പ് സംഭവിച്ചതൊന്നും ലോക്കിയുടെ ഫോൾട്ട് അല്ലെങ്കിലും ഇത് ലോക്കി തന്നെ ചിലപ്പോൾ ചെയ്തതായിരിക്കും ഗൈസ്. കാര്യം അവൻ്റെ ആ ചൊറിയ സ്വഭാവം കാരണം പുള്ളി തന്നെ ചിലപ്പോൾ എടുത്ത് അവനെ അണ്ടർവേൾഡിലോട്ട് ഇട്ടതായിരിക്കും. 48 വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോൾ എൽബാഫിൽ ഹെറാൾഡ് ഉദ്ദേശിച്ച ആ മാറ്റങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ കാണുന്ന 8 ട്രീ റൂട്ടുകളും റെഡിയായി. എൽബാഫിലെ വില്ലേജസ് തമ്മിലുള്ള കച്ചവട ബന്ധമൊക്കെ കാരണം അവർ തമ്മിൽ കുറച്ചുകൂടി അടുത്തു. ആ രാജ്യം ഒറ്റക്കെട്ടായി. ഇപ്പോൾ ഹെറാൾഡ് അവിടെ നിന്ന് പ്രസംഗിക്കുന്നത് നമുക്ക് കാണാം. അതായത് എൻ്റെ സ്വപ്നമെന്ന് പറയുന്നത് ഇനി ഈ ലോകത്തുള്ള ഒരുപാട് രാജ്യങ്ങളുമായിട്ട് കൈകോർക്കുക എന്നുള്ളതാണ്. അങ്ങനെ അവരുമായിട്ടൊക്കെ ബന്ധങ്ങൾ ഉണ്ടാക്കുന്നത് വഴി നമ്മൾ ജയൻസിനെ ഈ ലോകം മുഴുവൻ അക്സെപ്റ്റ് ചെയ്യും. ഇപ്പോൾ ഈ എൽബാഫിലുള്ള ആൾക്കാരൊക്കെ കിങ് ഹെറാൾഡിനെ ആരാധിക്കുകയാണ്. അദ്ദേഹം വല്ലാതെ മാറിപ്പോയി. പുള്ളിക്കാരൻ ഈ എൽബാഫിന്റെ ചരിത്രത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന രാജാവായി തീരുമെന്നൊക്കെ അവർ പറയുന്നുണ്ട്. ഇപ്പൊ അവിടേക്ക് വരുന്ന ഹാജുറുദ്ദീനെ ലോക്കിയുടെ കൂടെ നിൽക്കുന്ന ഗാർഡ്സ് കളിയാക്കുന്നുണ്ട്. നീ രാജാവിന് നേരായ വഴിയിൽ ഉണ്ടായവനല്ലല്ലോ, പ്രിൻസ് ലോക്കിയാണ് ഈ രാജ്യത്തിന്റെ അവകാശി എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പോൾ നീ ഇവിടുത്തെ കിങ്ങിന്റെ ബാസ്റ്റേർഡ് ആണെന്നും പറഞ്ഞ് ഇവർ ഈ ഹാജുറുദ്ദീനെ വിഷമിപ്പിക്കുന്നത് കണ്ടിട്ട് ലോക്കി ഇങ്ങനെ സന്തോഷിക്കുകയാണ്. അങ്ങനെ കിങ് ഹെറാൾഡ് യാത്രയിലായിരുന്ന ഒരു ദിവസം എൽബാഫ് വില്ലേജിലുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ അലറി വിളിക്കുകയാണ്, അയ്യോ വലിയൊരു ആപത്ത് വരുന്നുണ്ട്, അതെല്ലാം ഇങ്ങോട്ടേക്കാണ് വരുന്നത് എന്നിവർ പറയുന്നുണ്ട്. എത്രയും പെട്ടെന്ന് കുട്ടികളെയെല്ലാം വീടിനകത്ത് കയറ്റി വാതിലടക്കിയെന്ന് അവർ പറയുന്നു. ഇപ്പൊ കാര്യം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ലോക്കി അണ്ടർവേൾഡിലുള്ള മൃഗങ്ങളെല്ലാം കൊണ്ടുവന്ന് ഈ വില്ലേജ് നശിപ്പിക്കുകയാണ്. എല്ലാവന്മാരെ അടിച്ച് റൊട്ടിയാക്കൂ ഗൈസ്. ഇത് എൽബാഫാണ്, ഈ ലോകത്തിലെ തന്നെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള രാജ്യം. നമുക്കിവിടെ ശക്തി ഇല്ലാത്ത ഒരുത്തനെ പോലും ആവശ്യമില്ല എന്നും പറഞ്ഞ് ലോക്കി ഈ മൃഗങ്ങളെ എല്ലാം വില്ലേജിലേക്ക് അഴിച്ചു വിട്ടിരിക്കുകയാണ്. അപ്പോൾ മനസ്സിനുള്ളിലെ ആ ഒരു വെറുപ്പ് കാരണം ലോക്കി ഇവിടെ മുഴുവൻ അങ്ങ് ആക്രമിക്കുകയാണ്. ഈ ഭയന്ന് പേടിച്ചോടുന്ന ആൾക്കാരെ എല്ലാം കണ്ടവൻ പൊട്ടിച്ചിരിക്കുകയാണ്. ഇപ്പോ ഹേ ലോക്കി എന്നാരോ വിളിക്കുന്നുണ്ട്. നോക്കുമ്പോൾ ഹാജറുദ്ദീനാണ്. എൻ്റെ അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ വില്ലേജ് ഒന്ന് റീബിൽഡ് ചെയ്തെടുത്തത്, ഇവിടെ നശിപ്പിക്കരുതെന്ന് അവൻ ലോക്കിയോട് പറയുന്നുണ്ട്. ഇപ്പൊ ഇത് കേട്ടിട്ട് ലോക്കി പറയുന്നുണ്ട്, അങ്ങേരെ അച്ഛാന്ന് വിളിക്കാൻ നിനക്കെന്താടാ അധികാരം? കിങ് ഹെറാൾഡ് എൻ്റെ അച്ഛനാണ്. മാത്രവുമല്ല ഈ ആൾക്കാരെല്ലാം അങ്ങേരെ റെസ്പെക്ട് ചെയ്യുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പുള്ളി കാണിക്കുന്നത് ശുദ്ധ മണ്ടത്തരമാണ്. നമ്മളെക്കാളിലും ഒരുപാട് താഴെ നിൽക്കുന്ന മനുഷ്യന്മാരെന്ന് പറയുന്ന പ്രാണികളുമായിട്ട് സൗഹൃദം ഉണ്ടാക്കാൻ പോയിരിക്കുന്നു. ഇപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് ഹാജറുദ്ദീൻ പറയുന്നുണ്ട്, നീ പറയുന്നതെല്ലാം ഭൂലോക പൊട്ടത്തരങ്ങളാണ്. നമ്മളെപ്പോഴും കാര്യങ്ങൾ മറ്റുള്ളവരുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് കാണാൻ ശ്രമിക്കണം. നിനക്ക് കുറച്ച് വലിപ്പം ഉണ്ടായിപ്പോയി എന്ന് വെച്ച് അതിൽ അഹങ്കരിക്കരുത്. പണ്ട് ഐഡ ഹെറാൾഡിനോട് പറഞ്ഞ പോലത്തെ വാക്കുകൾ. പക്ഷേ ഹെറാൾഡ് പ്രതികരിച്ച പോലെ ആയിരുന്നില്ല ലോക്കി പ്രതികരിച്ചത്. ഞാൻ അഹങ്കരിക്കൂടാ, കാര്യം ഞാൻ ഇവിടുത്തെ രാജകുമാരനാണ്, അതെന്റെ അവകാശമാണ്. മാത്രമല്ല എന്നോട് എതിർത്ത് സംസാരിക്കാൻ നീ ആരാടാ എരപ്പേ എന്നും പറഞ്ഞ് ഹാജറുദ്ദീനെ ലോക്കി ഇപ്പൊ അറ്റാക്ക് ചെയ്യുകയാണ്. ഇപ്പോ ഗേഡും ഗോൾഡ്ബർഗും കൂടെ ലോക്കി ഈ ഹാജറുദ്ദീനെ തല്ലുന്നത് കണ്ടിട്ട് ഓടി വരുന്നുണ്ട്. ഇപ്പോ ഗോൾഡ്ബർഗ് ആണെങ്കിൽ ഗേഡിനോട് പറയുന്നുണ്ട്, എടി നീ ഇപ്പൊ അങ്ങോട്ട് പോകണ്ട, ഇപ്പൊ അങ്ങോട്ട് ഓടിച്ചെന്നാ നീ ഹാജറുദ്ദീന്റെ ഫ്രണ്ട് ആണെന്ന് വിചാരിച്ച് ലോക്കി നിന്നേം തല്ലും. നമ്മൾ അതിന് ശരിക്കും അവന്റെ ഫ്രണ്ട്സ് ആണല്ലോടാ പൊട്ടാ എന്നും പറഞ്ഞിപ്പോ ഗേഡ് ഗോൾഡ്ബർഗിന്റെ തലക്കിട്ടൊരു കിഴുക്ക് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഈ അടി കൊണ്ട് കിടക്കുന്ന ഹാജറുദ്ദീന്റെ അടുത്തേക്ക് നാട്ടുകാരും പിന്നെ അവന്റെ ഈ ഫ്രണ്ട്സും എല്ലാവരും ഓടി ചെല്ലുന്നുണ്ട്. ഹാജറുദ്ദീൻ നീ ഓക്കെ ആണോ? അവന് ഫസ്റ്റ് എയ്ഡ് വേണോ എന്നൊക്കെ ഇവരിങ്ങനെ പറയുന്നു. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ലോക്കിക്ക് ആകെ ദേഷ്യമാണ്. കാര്യം അവന് വേണ്ടി ഇങ്ങനെ കെയർ ചെയ്യാൻ ആരുമില്ല. ഇപ്പൊ ആ ഒരു വിഷമം ഉള്ളിൽ മറച്ചു പിടിച്ചിട്ട് ലോക്കി ഇങ്ങനെ ചിരിച്ചോണ്ട് പറയുന്നുണ്ട്, നിന്റെ കാര്യം ഭയങ്കര കഷ്ടമാണ് ഹാജറുദ്ദീനെ. എനിക്ക് ഈ സീനൊക്കെ കണ്ടിട്ട് തന്നെ ഛർദ്ദിക്കാൻ വരുന്നു. ശക്തിയില്ലാത്ത ഒരു കൂട്ടം ആൾക്കാരിങ്ങനെ ഗ്രൂപ്പ് കൂടി നിൽക്കുക. നിന്റെ അമ്മ ഈ എൽബാഫിന്റെ രക്തത്തിലുള്ള ഒരു ജയന്റ് അല്ലല്ലോ, അതായിരിക്കും നീ ഇങ്ങനെ ഒരു പേടിത്തൊണ്ടനായി പോയത്. ഇപ്പോ ലോക്കിയുടെ കൂടെയുള്ള ഗാർഡ്സ് അവനോട് പറയുന്നുണ്ട്, യങ് മാസ്റ്റർ നിങ്ങൾ അതിരുവിടുന്നുണ്ട്. ഹാജറുദ്ദീനും രാജാവിന്റെ മകൻ തന്നെയാണ്.
അവനും ഒരു രാജകുമാരൻ തന്നെയാണ് എന്നിവർ പറയുന്നതിന് മുമ്പേ തന്നെ ലോക്കി അവനെ രാജകുമാരൻ ഒന്നും വിളിക്കരുതെന്നും പറഞ്ഞ് ഇവരെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലോക്കി ഇങ്ങനെ എൽബാഫ് മുഴുവൻ നടന്ന് നാശങ്ങൾ ഉണ്ടാക്കുകയും ആൾക്കാരെ വേദനിപ്പിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു. പക്ഷെ അവനിങ്ങനെ എന്തൊക്കെ ചെയ്തിട്ടും അതിനൊന്നും അവന്റെ ഹൃദയത്തിലെ ആ മുറി ഉണക്കാനായിട്ട് സാധിച്ചില്ല. ഇപ്പോൾ ലോക്കി ആണെങ്കിൽ പണ്ട് കൈദോയൊക്കെ ആത്മഹത്യക്ക് ശ്രമിച്ച പോലെ നോക്കുന്നുണ്ട്. അതായത് ഇപ്പൊ ഇവൻ സൺഡർലമിൽ നിന്ന് എടുത്ത് അണ്ടർവേൾഡിലേക്ക് ചാടുന്നുണ്ട്. പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ല. ഇപ്പോൾ ലോക്കി ആണെങ്കിൽ കരഞ്ഞോണ്ട് പറയുന്നുണ്ട്, എന്നെ കൊണ്ടൊന്നും മരിക്കാൻ പോലും സാധിക്കുന്നില്ലല്ലോ. ഇപ്പൊ ആ ലോക്കി കിടക്കുന്നതിനടുത്തുള്ള ഒരു മൗണ്ടൻ രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവുന്നുണ്ട്. ഇപ്പൊ ആരൊക്കെ അവിടെ സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാം. ഇതെന്ത് പണ്ടാരം ഐലൻഡ് ആണ്, ഇതിന്റെ എൻട്രൻസ് എവിടെയാണ്? ഇപ്പൊ ആരൊക്കെയോ എൽബാഫിലേക്ക് നുഴഞ്ഞു കയറിയത് കണ്ടിട്ട് ഈ അണ്ടർവേൾഡിലെ മൃഗങ്ങളൊക്കെ വല്ലാതെ വയലന്റ് ആകുന്നുണ്ട്. ഇപ്പൊ ഈ നടന്നു വരുന്ന ആൾക്കാരിൽ ഒരാൾ ലോക്കിയെ കണ്ടിട്ട് പറയുന്നുണ്ട്, ദേ നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന ആരാന്ന് നോക്കിക്കേ, ഒരു ജയന്റ് ഭീകരി ചെറുക്കൻ. നമ്മളപ്പോ ഉറപ്പായിട്ടും എൽബാഫിൽ തന്നെയാ ഉള്ളത്. ഇപ്പൊ ഈ വന്നിരിക്കുന്നതിൽ ഒരാള് ഗോൾഡൻ ലയൺ ഷിക്കിയാണ്. പുള്ളി പറയുന്നുണ്ട്, ദേ ആ ചെക്കന്റെ മുഖം ഒന്ന് നോക്കിക്കേ, കറക്റ്റ് ഒരു ചെകുത്താനെ പോലെ ഉണ്ട്. ഇപ്പൊ ആ വന്നിരിക്കുന്നതിൽ വേറൊരാളെന്ന് പറയുന്നത് നമ്മുടെ വൈറ്റ് ബിയർഡ് ആണ് ഗൈസ്. പുള്ളി പറയുന്നുണ്ട്, ഇവനൊരു ജയന്റ് ആണെന്ന് മനസ്സിലായി, പക്ഷെ ഇവന് സാധാരണ ജയന്റ്സിനെക്കാളിലും വലിപ്പം ഉണ്ടല്ലോ. എടാ മോനെ, എന്തിനാ നീ കരയുന്നേ? ഇപ്പൊ ഈ വരുന്ന ആൾക്കാർ ആരൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാല് വൈറ്റ് ബിയർഡ് ഉണ്ട്, ഷിക്കി ഉണ്ട്, സ്റ്റൂസി ഉണ്ട്, പിന്നെ വേറെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു മനുഷ്യനും ഉണ്ട്. ഈ വരുന്ന മനുഷ്യനെ 8 വർഷം മുമ്പ് ഹരാൾഡ് പോയി എന്ന് പറയുന്ന ആ റിവറി ഉണ്ടല്ലോ, അവിടെ വെച്ച് പുള്ളിക്കാരൻ കണ്ടിട്ടുണ്ട്. അവിടെ വെച്ച് ഈ മനുഷ്യൻ ഒരു മറീൻ അഡ്മിറലിനെ കൊന്നിട്ട് അവിടുന്ന് സ്ഥലം വിട്ടതാണ്. ആ ഒരു സംഭവം കാരണം ഇയാൾ വേൾഡ് ഗവൺമെന്റിന്റെ ഒരു നോട്ടപ്പുള്ളിയുമായി ഇയാളുടെ മണ്ടയ്ക്ക് ഒരു വലിയ ബൗണ്ടിയും വന്നു വീണു. ഇപ്പൊ ഈ മനുഷ്യൻ ലോക്കിയോട് പറയുന്നുണ്ട്, എടാ മോനെ, ഞാൻ നിന്നോട് ഇതേ 2 ചോദ്യം ചോദിക്കാൻ പോവാ. 2നും എസ് പറയുന്നതാണ് നിനക്ക് നല്ലത്. കാര്യം നോ കേൾക്കാൻ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടാത്ത ഒരാളാ ഞാൻ. എനിക്ക് ആദ്യം അറിയാനുള്ളത്, ഇത് ജയൻസിന്റെ രാജ്യമായിട്ടുള്ള എൽബാഫ് തന്നെയല്ലേ? രണ്ടാമതായിട്ട് എനിക്ക് അറിയാനുള്ളത് എന്താന്ന് വെച്ചാൽ, ഹരാൾഡ് ഇപ്പൊ ഇവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ? അപ്പൊ ഈ വന്നിരിക്കുന്നത് മറ്റാരും അല്ല ഗൈസ്, നമ്മുടെ റോക്സ് ഡി സബക്. പുള്ളിയുടെ ഫേസ് ഫൈനലി ഓടെ റിവീൽ ചെയ്തിരിക്കുകയാണ്. ഫ്യൂച്ചർ ക്യാപ്റ്റൻ ഓഫ് റോക്സ് പൈറേറ്റ്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ സംഭവം നടക്കുമ്പോഴൊന്നും റോക്സ് പൈറേറ്റ്സ് ആരംഭിച്ചിട്ടില്ല. മാത്രമല്ല പുള്ളിക്കാരൻ നമ്മുടെ ബ്ലാക്ക് ബിയേർഡിന്റെ അച്ഛനാണെന്നുള്ളൊരു റിവീലും കൂടെ ഓടെ നടത്തിയിരിക്കുകയാണ്. സോ ഗൈസ്, അപ്പോൾ അവിടെ വെച്ച് നമ്മുടെ ചാപ്റ്റർ എൻഡ് ആവുകയാണ്. നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആയിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ കമന്റ് ചെയ്ത് അറിയിക്കണം. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം. സോ അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് ഉടനെ കാണുന്നവരേക്കും ബൈ ബൈ.